അൻസാർ കഴിഞ്ഞൊരു 12 വർഷമായി റെസിഡൻഷ്യൽ സ്കൂൾ നടത്തുന്ന ഒരാളാണ്. ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ട ഒരാളാണ്. ഒരുപാട് കുട്ടികളെ മറ്റൊരു ലെവലിലേക്ക് നിങ്ങളുടെ സ്ഥാപനം വഴി ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പാരൻസുമായിട്ട് നിങ്ങൾ 1-to-1 ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അൻസാറിന് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അൻസാറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾ പറഞ്ഞത്. കുട്ടികളുടെ സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ആസ് എ പാരൻറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? സ്കൂളുകളിലുള്ള കാര്യങ്ങൾ ഭൂരിഭാഗം ടീച്ചേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടാവുക. എല്ലാ പരിപാടിയും അതിൽ രക്ഷിതാക്കൾക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന പരിമിതികളുണ്ട്. പക്ഷേ അതിൽ ഒന്നാമത്തെ കാര്യം ആ ടീച്ചറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം, നിലനിർത്താൻ പറയാം. ഇപ്പൊ എന്റെ മോന്റെ കേസ് നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ അവൻ 9ാം ക്ലാസ് 8ാം ക്ലാസ്. നിങ്ങൾക്ക് അവിടുത്തെ എത്ര ടീച്ചേഴ്സിനെ അറിയാം? എനിക്ക് ക്ലാസ് ടീച്ചറിനെ അറിയാം, ഹെഡ് മാഷിനെ അറിയാം, പിന്നെ എൻ്റെ തൊട്ടടുത്തായത് കാരണം പല ടീച്ചേഴ്സിനും എനിക്ക് പേഴ്സണലി അറിയാം. അങ്ങനെ അവന് ക്ലാസ് എടുക്കുന്ന എല്ലാ ടീച്ചറെയും നമ്മൾ അറിയണം, പേഴ്സണലി അറിയണം, ആ സബ്ജക്ട് വൈസ് അറിയണം. കൃത്യം. പിന്നെ ഞാൻ എപ്പോഴും രക്ഷിതാക്കൾ മീറ്റിങ്ങിലൊക്കെ ഞാൻ പറയുന്ന കാര്യം, നമുക്ക് നോൺ റെസിഡൻഷ്യൽ ബാച്ചും ഉണ്ട്. നോൺ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അവർ വരാറുള്ളൂ, കുഴപ്പമില്ല. നോൺ റെസിഡൻഷ്യൽ ബാച്ചിലെ രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ കുട്ടികളോടൊന്നും പറയാതെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരണം. ഞങ്ങൾ ടീച്ചേഴ്സ് പണിയെടുക്കണ്ടോ നിങ്ങൾ നോക്കണം, അതുപോലെ തന്നെ കുട്ടികൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് നിങ്ങളെ ഏൽപ്പിച്ചു എന്ന രൂപത്തിൽ മാറി. പാരന്റ്സ് മീറ്റിങ്ങിന് എന്താ പറയാ, പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഉമ്മമാരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അളവ് നമുക്ക് കാണാൻ പറ്റും. വാപ്പമാരെ വല്ലാതെ അവിടെ കാണൂല. അത് മാക്സിമം നാട്ടിലൊക്കെ ഉള്ള ആളുകളാണ് നിർബന്ധമായിട്ട് ഉപ്പമാര് പങ്കെടുക്കണം. കാരണം അത് ഈ വാപ്പ ഉമ്മ എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യം, വാപ്പ ഉമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ 2 പുറങ്ങളാണ്. ഒരു ഭാഗം കൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഒന്നും നേടാൻ കഴിയൂല, അപ്പുറത്തെ സൈഡ് ഒഴിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ ഈ 2 ഭാഗം കൂടി കണക്ട് ആകുമ്പോഴാണ് ഒരു പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടി അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇബാദക്കിന്റെ ബ്ലാങ്ക് ഒരിക്കലും ഇബാദക്കിന്റെ വൈഫിനെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ കഴിയൂല, പറ്റില്ല. അതെ. അപ്പോൾ അതുപോലെ തന്നെ ഇബാദക്കിന്റെ വൈഫിന്റെ ഇത് ഇബാദക്കിനെ കൊണ്ടും ക്ലിയർ ചെയ്യാൻ കഴിയൂല. ചിലതൊക്കെ നിവൃത്തികേടാണ്. എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ നിവൃത്തികേടായിരുന്നു, കാരണം ഉമ്മറ്റക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിവൃത്തികേടുകൊണ്ട് വാപ്പാന്റെ ഉമ്മാന്റെ റോൾ ഉമ്മ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു നല്ല സംഗതിയല്ല. ചിലപ്പോൾ നന്നായേക്കാം, എല്ലാറ്റിനും ഒരു എക്സെപ്ഷൻ ഉണ്ടല്ലോ, നന്നായേക്കാം. പക്ഷെ എന്നാൽ പോലും വാപ്പ ഉമ്മയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രക്ഷിതാക്കളുടെ മീറ്റിംഗ് മാത്രം കണ്ടിട്ട് സ്കൂളിലേക്ക് പോകരുത്. കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സംഗതി ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. നമ്മളിപ്പോ പൈസയാണ് ഏൽപ്പിച്ചതെങ്കിൽ എന്ത് ചെയ്യും, ഇടക്ക് പോയി അവിടെ ഉണ്ടോന്ന് പോയി നോക്കൂലേ, ഈ ബാങ്കിലിട്ട പോലെ പോയേക്കൂലേ, ബാലൻസ് ഒക്കെ നോക്കൂലേ. എന്നാലും എന്തുകൊണ്ടാണ് മക്കളെ നോക്കാൻ കഴിയാത്തത്? അത് വന്ന് നോക്കണം, ചോദിക്കന്നെ വേണം. കാരണം നിർബന്ധമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്. അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ? ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ സംഗതി ഉണ്ട്, അതിൽ എനിക്ക് പോകണം, പൈസ വേണം എന്ന് പറയുമ്പോൾ പൈസ കൊടുത്താൽ അവിടെ ഉത്തരവാദിത്തം തീരൂല. ആ പൈസ കറക്റ്റാണോ, അവിടെ അങ്ങനെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നാ. അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മക്കളെ സത്യം പറഞ്ഞാൽ എനിക്ക് പണി ഉണ്ടായിട്ടില്ല. പണിയില്ല, ഇല്ല. ബാപ്പയും ഉമ്മയും സ്ട്രോങ് ആയിട്ട് നിന്നിടത്തോളൂ കുട്ടികൾക്ക് പണി ഉണ്ടായിട്ടില്ല. ഒരു എറണാകുളം ഭാഗത്തു നിന്ന് ഒരു പാരന്റ് ഉണ്ടായിരുന്നു, ഇടക്കിടക്ക് ഇങ്ങനെ വരും, എറണാകുളത്ത് നിന്ന് അവിടെ വരും, അതും ബൈക്ക് കൂട്ടിട്ട് വരും. അവര് റൈഡ് പോലെ വരികയാണ്. പക്ഷെ എന്താ വെച്ചാൽ മക്കളെടുത്ത് വരും. സത്യം പറഞ്ഞാൽ മൂത്ത ആളും നല്ല റിസൾട്ട് ഉണ്ടാക്കി പോയി, 2ാമത്തെ ആളും നല്ല റിസൾട്ട് ഉണ്ടാക്കി പോയി. കാരണം വരുമ്പോൾ ഒറ്റ A+ പോലും ഇല്ലാത്ത കുട്ടികൾക്ക് പോലും നല്ല ഡിഗ്രിയും PGയും PhD ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സ്ഥലങ്ങളിൽ ആ മക്കളെത്തി. ഞാനിപ്പോഴും പാരന്റ്സ് മീറ്റിങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യം, ആ രക്ഷിതാക്കളുടെ ഒക്കെ എഫേർട്ട് വെറുതെ വരും. ഒന്നുമില്ല അൻസാർ സാറേ, വെറുതെ വന്നാന്ന് പറയും. പക്ഷെ ആ വരുത്തുണ്ടല്ലോ, മക്കളുടെ ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്ത ബോധമുണ്ട്, ഇമ്പാക്ട് ഭയങ്കര. അൻസാറോട് ഞാൻ സംസാരിക്കുമ്പോൾ അൻസാർ പറയുന്നുണ്ട്, ഉമ്മയെക്കുറിച്ച് അൻസാർ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ? അൻസാർ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയതിലും ഉമ്മയുടെ പങ്ക് ഭയങ്കര വലുതല്ലേ? ഉമ്മക്ക് എന്താ വെച്ചാല് വിദ്യാഭ്യാസം കുറവായിരുന്നു പക്ഷെ ഉമ്മക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈ ആശ ഉണ്ടല്ലോ, ആശ വളണ്ടിയർ ഉണ്ടല്ലോ, കുടുംബശ്രീ ഒക്കെ പോലല്ലേ, അതിലൊക്കെയാണ് ആദ്യം ഉമ്മ തുടങ്ങണത്. കാരണം ഉമ്മക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ള ഒരാൾക്കുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ, എന്നിട്ട് വീടുകളിലൊക്കെ അത് മരുന്ന് കൊടുക്കലും കാര്യങ്ങളും. എൻ്റെ ഉമ്മൊക്കെ തുടങ്ങുന്ന സമയത്താണ് സംഗതി ഗവൺമെന്റ് ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അന്ന് സാലറി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉമ്മാക്ക് ഇതിനുള്ള താല്പര്യം കാരണം എന്ത് ചെയ്യും, എത്ര ആളുകൾ പ്രസവിച്ചു, എത്ര ആളുകൾക്ക് വയറ്റിലുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കി മരുന്നൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തു വരുന്ന ഉമ്മേനും. പിന്നെ ഉമ്മാക്ക് ഫിസിക്കലി കുറച്ച് കഴിയാതായപ്പോഴാണ് മാറുന്നത്. അപ്പോൾ ഉമ്മാന്റെ കേസിൽ എന്താ വെച്ചാൽ വിദ്യാഭ്യാസത്തിന് ഭയങ്കര മൂല്യം
ഉള്ളൊരു സംഗതിയാണ്. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഉമ്മ നമ്മൾ ഇന്നൊക്കെ നോക്കിയിട്ടുള്ളത്. ഉമ്മ ഇപ്പം അൻസാറിൻ്റെ കൂടെ ഉണ്ടോ? ഉമ്മ അൽഹംദുലില്ലാ. ഉമ്മക്ക് ഇപ്പൊ അൻസാർ ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ കാണുമ്പോൾ എന്താണ് ഉമ്മയുടെ ഒരു ഫീലിംഗ്? ഭയങ്കര അഭിമാനല്ലേ? മാഷാ അല്ലാഹ്. ഭയങ്കര അഭിമാനം. കാരണം എന്താ വെച്ചാല് എൻ്റെ ഉമ്മ ഒരു 18 വയസ്സായ സമയത്ത് വാപ്പ സെപ്പറേറ്റ് ആയതാണ്. ഉമ്മാക്ക് 18 വയസ്സല്ലോ അപ്പൊ. അപ്പോൾ അന്ന് 2 കുട്ടികളെയും കൊണ്ടിട്ട് ഉമ്മ ഇതായതാണ്. അപ്പോൾ അതില് പെങ്ങൾ എന്നേക്കാൾ മൂത്ത ഒരാളായപ്പോൾ പെങ്ങൾ എന്ത് ചെയ്തു വെച്ചാല് ഉപ്പ കൊണ്ടുപോയി. അതുപോലെ തന്നെ എനിക്ക് 3 വയസ്സാ. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഉമ്മാന്റെ എപ്പോഴും പോയി. പിന്നെ എന്നെ നോക്കാനും വേണ്ടിയിട്ട് ഉമ്മ വേറെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തില്ല, നോക്കിയില്ല. ഉമ്മ ആ ലെവലില് നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. അപ്പോൾ അൻസാറിന് വേണ്ടി അവരുടെ ഒരു നല്ലൊരു ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്ത സ്ത്രീയാണ്. അതുകൊണ്ടും ആയിരിക്കും നമുക്ക് തോന്നുന്നത് നമുക്കിത് എന്തെങ്കിലുമൊക്കെ ആവണം എല്ലാവരും മുന്നിൽ. ഈ നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ ആളുകൾക്ക് പല ആംഗിളുകളായിരിക്കും. ഒരുപാട് മോശമായ കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ചുമ്മാ അതൊക്കെ കേട്ടിട്ടും നമ്മളൊക്കെ വളർത്തി വലുതാക്കി ഈ കോലത്തിലേക്കൊക്കെ എത്തിയല്ലോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി ഉമ്മടുത്ത സ്ട്രഗിളും ഉമ്മാന്റെ പ്രാർത്ഥന എന്നല്ല കേട്ടോ, ഇന്നെ എല്ലാവരും നോക്കിയിട്ടുണ്ട്. എന്റെ കേസിൽ എല്ലാവരും ഒരു സഹതാപം കൊണ്ടാണോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ചെല്ലിനോടത്തൊക്കെ ആളുകൾക്ക് എന്നെ ഇഷ്ടമാവും, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായ ഒരു സംഭവമാണ്. ആ രക്ഷിതാക്കളും ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥാനത്ത് ഞാൻ വന്ന് ഇരിക്കണത്. അല്ല, ഞാൻ പറഞ്ഞില്ല ആൻസർ. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവളെ 18-ാമത്തെ വയസ്സിൽ സെപ്പറേറ്റ് ആവുന്നു അല്ലേ, ഒരു മോനെ കയ്യിൽ കിട്ടുന്നു, ആ മോനെ വളർത്താനായിട്ട് ഒരുപാട് ജോലി ചെയ്യുന്നു. ഇന്ന് ആ മോൻ അൽഹംദുലില്ലാ ഒരു വലിയൊരു പ്രസ്ഥാനം ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂൾ സ്ഥാപനത്തിന്റെ ഉടമയായിട്ട് മാറുന്നു. എൻ്റെ ഉമ്മാക്ക് ഫസ്റ്റ് കാലങ്ങളിലൊന്നും ഇങ്ങനെ സ്ഥാപനം പോലും അറിയില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ ഒരു സ്ഥലത്ത് ഓഫീസിൽ എന്തോ ചെയ്യണു എന്നുള്ള രീതിയിൽ ഹാർവസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഉമ്മ ഈ സ്ഥാപനത്തിന്റെ ഡെപ്ത് പോലെ എന്ത് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുന്നത്. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞൊരു ഭയങ്കര പ്ലാൻ ചെയ്ത് വന്നൊന്നല്ല. 18 കുട്ടികളെ കിട്ടി, അത് നോക്കി, അപ്പൊ അടുത്ത കുട്ടികൾ വന്നു, അങ്ങനെ വന്ന് വലുതായ ഒരു സ്ഥാപനമാണ്. അല്ലാതെ നമ്മളായിട്ട് പ്ലാൻ ചെയ്ത് ഇത്ര കുട്ടികൾ വരണം ഇങ്ങനെ ഇപ്പോഴും ഞാൻ ചെയ്യാറില്ല. ഇത്ര കുട്ടികൾ വരണം, ഇതാണ് എൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിങ് ഞാൻ ചെയ്യാറില്ല. വരുന്നത് എന്താ വെച്ചാൽ അതെന്ത് ചെയ്യാ, കൃത്യമായിട്ട് നോക്കുക, ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. അതാണ് ചെയ്യുന്നത്. അതെ. ഈ അൻസാർ ആക്ച്വലി ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണമെങ്കിൽ, ഇപ്പം അൻസാർ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നതെങ്കിൽ പോലും ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു വ്യക്തി നെക്സ്റ്റ് ലെവലിലേക്ക് ആകാനായിട്ട് സാധിക്കുക. അപ്പോൾ മറ്റു കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ഉമ്മ നൽകിയ ഏറ്റവും വലിയ അഡ്വൈസ് എന്തായിരുന്നു? ആക്ച്വലി ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മക്ക് സത്യം പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അറിയില്ല. അറിയാത്ത ഒരാളാണ്. അപ്പൊ ഉമ്മക്ക് അഡ്വൈസ് മനസ്സിലായോ? ഇപ്പൊ ഏകദേശം മനസ്സിലായി, എല്ലാം മനസ്സിലായി. കാരണം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ആ സ്ഥാപനത്തിൽ പഠിച്ചപ്പോൾ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി തുടങ്ങി. അപ്പോൾ നമ്മളിട്ടൊരു വഴിയിലൂടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു കുടുംബം മുഴുവൻ എന്ത് ചെയ്യാണ്, രക്ഷപ്പെട്ടു പോവല്ലേ. കാരണം അക്കാഡമിക്കലി ഉയർന്നു പോകുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ നമുക്കത് വലിയൊരു കിട്ടലാണ്. ഉമ്മാക്ക് പിന്നെ എല്ലാവരും മുന്നിലും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ ഒരു വണ്ടി കൊടുന്ന് വീടിന്റെ പോർച്ചിൽ ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വണ്ടിന്റെ പോർച്ചിൽ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞു ഉമ്മ. കാരണം അതൊക്കെ വലിയൊരു കാര്യമാണ്. പിന്നെ ഉമ്മാൻ്റെ ഒരു സിറ്റുവേഷൻ ചുമ്മാ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള സംഗതികളായതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ളതുകൊണ്ട് മാനസികമായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉമ്മക്ക് ഇപ്പം ഉണ്ട്. എന്തായാലും ഉമ്മക്കൊരു ക്ലാപ്പ്. താങ്ക് യു.